എന്തു തോന്നുന്നു തിരിച്ച് ഒരു സിനിമയിലേക്ക് വന്നപ്പോൾ? തിരിച്ചെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, വീണ്ടും ഒരു സിനിമയിലേക്ക് വരികയാണ് മലയാളികളുടെ ഇഷ്ടപ്പെട്ട താരം. എന്തു തോന്നുന്നു എത്തിയപ്പോ? അതെനിക്കൊരു കുടുംബത്തിലോട് തിരിച്ചു വന്ന ഫീലിംഗ് തന്നെയാണ്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. തമിഴിലും തെലുങ്കിലും പടങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു, കന്നഡയിലും ചെയ്യുന്നുണ്ടായിരുന്നു. മലയാളത്തിൽ എന്തോ കുറച്ച് നാളത്തെ ഒരു ഗ്യാപ്പ് വന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 2-2.5 വർഷം കോവിഡിന്റെ കാരണമായിരുന്നു. പിന്നെ ഒരു കറക്റ്റ് സ്ക്രിപ്റ്റ് ഒത്തു വന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇപ്പൊ നല്ലൊരു ടീമിന്റെ കൂടെ വരാൻ പറ്റി. അതും സുരേഷ് ഏട്ടൻ, ബിജു ഏട്ടൻ രണ്ടുപേരും ഞാൻ ഇതിനു മുമ്പും വർക്ക് ചെയ്തിട്ടുള്ള രണ്ടുപേരും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് എന്തോ ഒരു നമുക്കൊരു കംഫർട്ടബിൾ എന്ന് പറയില്ലേ, അതുകൊണ്ട് ശരി നമുക്കിത് ചെയ്തു കളയാന്ന് പറഞ്ഞു. ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ അഭിരാമിക്ക് തോന്നി എന്തായിരുന്നു ഈ കഥയിൽ ഇത് എനിക്ക് പറ്റിയ ഒരു സബ്ജക്റ്റ് ആണ് എന്ന് തോന്നിയിട്ട് തന്നെയാണ് പറയുക? അതിലെന്താണ് സ്പാർക്ക് ചെയ്തെന്തായിരിക്കും? ഇതിന്റെ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചു. അരുൺ ഫുള്ളി പ്രിപ്പയർഡ് ആയിരുന്നു. ആൻഡ് മിഥുന്റെ ആണ് ഇതിന്റെ സ്ക്രീൻ പ്ലേ, മിഥുൻ മാനുവലിന്റെ ആണ്. അപ്പൊ പുള്ളിയുടെ വർക്ക്, പുള്ളിയുടെ റേഞ്ച് എനിക്കറിയാം. ഇപ്പൊ ആട് പോലത്തെ ഒരു പടവും ചെയ്യും, അഞ്ചാം പാതിര പോലത്തെ ഒരു പടവും ചെയ്യും. അപ്പൊ പുള്ളിയുടെ ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ, സ്ക്രീൻ പ്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് എന്തെങ്കിലും ഒന്ന് ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയാമായിരുന്നു. ആൻഡ് അരുൺ ഇതിന്റെ ഒരു സ്റ്റോറി ആർക്ക് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, അരുൺ വർമ്മ ഇതിന്റെ ഡയറക്ടർ. അപ്പൊ തന്നെ എനിക്കൊരു ക്യാറ്റ് ആൻഡ് മൗസ് ആ ഒരു സംഭവം, നമ്മൾ കാണുന്നത് സത്യമാണോ അതോ സത്യം എന്താണെന്ന്, അതിനെ സത്യം ഇങ്ങനെ നിൽക്കുന്നതാണ് സത്യം, പെട്ടെന്ന് നോക്കിയാൽ ഇതായിരിക്കും സത്യം, ആ ഒരു സംഭവം ഇതിനകത്തുണ്ട്. അപ്പം നമ്മൾ ഒന്നിലെ എന്താ ചെയ്യുക, നമ്മുടെ ക്യാരക്ടർ സൂപ്പർബായിട്ടുള്ള ഒരു ക്യാരക്ടർ ആവണം, ഇല്ലെങ്കിൽ നമ്മുടെ ചെയ്യുന്ന സ്റ്റോറി നല്ലൊരു അടിപൊളി സ്റ്റോറിയുടെ ഭാഗമാകണം. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് എനിക്കിതിൽ വരാൻ പറ്റിയത് എനിക്ക് വളരെയധികം ഐ വാസ് സോ ഹാപ്പി. ഇത്രയും നല്ലൊരു സ്റ്റോറി ഓഡിയൻസ് മെമ്പർ ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റിയൊരു സിനിമയാണെന്നാണ് എനിക്ക് തോന്നിയത് സ്ക്രിപ്റ്റും കേട്ടപ്പോഴത്തേക്കും. അടൂർ ഗോപാലകൃഷ്ണൻ സാറിന്റെ സിനിമയോടുകൂടിയാണ് വരുന്നത്, ബാലതാരമായി എത്തുന്നു അല്ലെ? അത് വരുന്ന ബാലതാരമായി എത്തുന്ന സിനിമ തന്നെ ഏറ്റവും വലിയ ഡയറക്ടറുടെ കൂടെയാണ് വരുന്നത്. അത് തന്നെ വലിയൊരു ഭാഗ്യമാണ് അഭിരാമിക്കുണ്ടായത്. പിന്നീട് ജയറാമിന്റെ കൂടെ നായികയായിട്ട് +1 പഠിക്കുമ്പോഴാന്ന് എനിക്ക് തോന്നുന്നു നായികയായിട്ട് വരുന്നത്. അത് ചെറിയ കാലത്ത് നിന്ന് നായികയായി എത്തുന്നു. പിന്നീട് അങ്ങോട്ടുള്ള യാത്ര ഒത്തിരി പേരുടെ, മമ്മൂക്കാടെ കൂടെയും ലാലേട്ടന്റെ കൂടെയും ഒക്കെ അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു നായികയാണ്. സുരേഷ് ഗോപിയുടെ കൂടെ അഭിനയിച്ചു. ഇപ്പോൾ വന്ന് സുരേഷ് ചേട്ടനെ കാണുമ്പോൾ, ആ ഗ്യാപ്പ് കഴിഞ്ഞ് കാണുമ്പോൾ സുരേഷ് ചേട്ടനെ കണ്ടപ്പോൾ എന്താണ് മനസ്സിൽ തോന്നിയത്? എനിക്ക് ആ ഒരു ഞാൻ ഇപ്പൊ കൂടി നമ്മളൊരു കാറിൽ ഒരുമിച്ചിരുന്നുള്ള ഒരു സീക്വൻസിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുവായിരുന്നു. എനിക്ക് ഇപ്പോഴും ആദ്യമായിട്ട് സുരേഷ് ചേട്ടനാണ് എന്നെ ഈ അടൂർ സാറിന്റെ പടം കഴിഞ്ഞിട്ട് കമേഴ്ഷ്യൽ സിനിമയിലോട്ട് എന്നെ കൊണ്ടുവരുന്നത് സുരേഷ് ചേട്ടനാണ്. സുരേഷ് ചേട്ടൻ ഞാൻ അപ്പൊ ഒരു TV ഷോ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ആ ഷോ കണ്ടിട്ട്, അപ്പൊ ദിവ്യ എന്നാണല്ലോ പേര്, അഭിരാമി എന്നാണെങ്കിലും വിളിച്ചു, സുരേഷ് ചേട്ടൻ വീട്ടിൽ വിളിച്ചിട്ട് ഞാൻ സുരേഷ് ഗോപിയാണ് എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തു ഫോണില്. അച്ഛനാണ് ഫോൺ എടുത്തത്. അതിന് യാദൃശ്ചികമായിട്ട് ഞാനൊരു ഒരാഴ്ച എങ്ങാണ്ടും മുമ്പ് കുറെ മിമിക്രി ആർട്ടിസ്റ്റിന്റെ കൂടെയും ഡബിങ് ആർട്ടിസ്റ്റിന്റെ കൂടെയും ഒരു സ്റ്റേജ് ഷോ ചെയ്തായിരുന്നു. അപ്പൊ അവരോട് കൂടെ നല്ല കമ്പനിയായി, നല്ല രസിച്ച് ചെയ്ത ഒരു സ്റ്റേജ് ഷോ ആണ്. അത് കഴിഞ്ഞ് കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു സുരേഷ് ഗോപിയാണെന്നും പറഞ്ഞ ഒരാൾ വിളിക്കുന്നു. അപ്പൊ അച്ഛന് വിളിച്ച ആരോ വിളിച്ചു, സുരേഷ് ഗോപിയാണെന്നൊക്കെ പറഞ്ഞു, മിക്കവാറും നിന്റെ ഏതെങ്കിലും ഫ്രണ്ട് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ആ ഒരു ലാഘവത്തോടു കൂടിയാണ് അത് കണ്ടത്. അത് കഴിഞ്ഞ് പിന്നെയും വിളിച്ചു, അല്ല ഞാൻ ശരിക്കും സുരേഷ് ഗോപിയാണ് വിളിക്കുന്നേ എന്ന് പറഞ്ഞ് സുരേഷ് ചേട്ടനാണ് എന്നെ പത്രം എന്ന സിനിമയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. അതിൽ പോയിട്ട് ഓഡിഷൻ ചെയ്തു. ബിജുന്റെ പേരായിട്ടാണ് ഞാൻ അതിൽ വർക്ക് ചെയ്തത്. അപ്പം ആ ഒരു ശില്പ മീരി ചെറിയൻ എന്നാണ് ആ ക്യാരക്ടർ. അപ്പൊ ആ മെയിൻ സ്ട്രീം കമേഴ്ഷ്യൽ, അതും ജോഷി സാറ്, രഞ്ജിയേട്ടൻ, ഇത് പക്കാ കമേഴ്ഷ്യൽ, ആസ് കമേഴ്ഷ്യൽ ആസ് ഇറ്റ് കെൻ ഗെറ്റ്. വലിയൊരു സിനിമ. അതെ, മുരളി സാറ്, ഒത്തിരിയും സ്റ്റാർ നിരനിരയായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ കൂടെ എനിക്കൊരു ഭാഗം ആകാൻ പറ്റിയത്. ദാറ്റ് ഇസ് മൈ എൻട്രി ഇൻ ടു മലയാളം സിനിമ എന്ന് വേണമെങ്കിൽ പറയാം, ആസ് എ ചൈൽഡ് ആർട്ടിസ്റ്റ് കഴിഞ്ഞിട്ട്. സോ ആ സുരേഷ് ചേട്ടന്റെ കൂടെ പിന്നെയും വർക്ക് ചെയ്യാൻ കിട്ടുന്ന എനിക്ക് ഐ എം സോ കംഫർട്ടബിൾ. സുരേഷ് ചേട്ടനായിട്ട് എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്? പത്രം ചെയ്തു, അത് കഴിഞ്ഞിട്ട് തമിഴിലൊരു പടം ചെയ്തു, സമസ്ഥാനം എന്ന് പറഞ്ഞ. പിന്നെ മില്ലേനിയം സ്റ്റാർസിൽ സുരേഷ് ചേട്ടൻ ഉണ്ട്. അതിൽ പക്ഷെ ഞങ്ങൾക്ക് അധികം കോമ്പിനേഷൻസ് ഇല്ല. പിന്നെ ഏതൊക്കെ കുറെ ഒരു 4ാമത്തെ 5ാമത്തെ പടമാണ് നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നത്. അതെ. അത് കഴിഞ്ഞ് ഒപ്പത്തിക്കിരി കുറെ വർഷം കഴിഞ്ഞ് മലയാളത്തിൽ ചെയ്ത സിനിമയിലും സുരേഷ് ചേട്ടന്റെ പേരായിട്ടായിരുന്നു ചെയ്തത്. സോ ഒരു അറ്റ്ലീസ്റ്റ് 4 ഫിലിംസ് എങ്കിലും നമ്മൾ ഒരുമിച്ച് ചെയ്തത്. സുരേഷ് ചേട്ടനാണ് ശരിക്കും കൈപിടിച്ച് ഉയർത്തിയെന്ന് പറയാം. സത്യമായിട്ടും. അതെ. ഒരു നല്ല മനസ്സിന്റെ ഉടമയാണ് സുരേഷ് ചേട്ടൻ. അത് ആരും ആ ഒരു ആംഗിളിലാണ് സുരേഷ് ചേട്ടനെ കാണുന്നത്. രാഷ്ട്രീയമൊക്കെ മാറ്റി വെച്ചാൽ നല്ല മനസ്സിന്റെ ഉടമയാണ്. അതെ, എല്ലാവരും പറയുന്നത്. ഞാൻ ഈ ഇടയ്ക്ക് വേറെ ഒരു ടിനി ടോമിന്റെ ഇന്റർവ്യൂ എടുത്തപ്പോൾ പറഞ്ഞു, രാഷ്ട്രീയമല്ല അവിടെ ഒരു നല്ല മനസ്സ്, എന്തുമാത്രം സഹായം ചെയ്യുന്ന വ്യക്തിയാണെന്ന്. സഹായം ചെയ്യുന്നു.
എനിക്ക് ഇപ്പോഴും ആ മിമിക്രി കുടുംബത്തിലേക്ക് ഇപ്പോഴും സിനിമ പുള്ളിക്ക് കിട്ടുന്ന ഫണ്ടിൽ നിന്നും ഒരു തുക അവിടെ കൊടുക്കുന്നുണ്ട് പാവപ്പെട്ട കലാകാരന്മാർക്ക്. അങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ ചുരുക്കമാണ് നമുക്ക് എല്ലാവരും അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവും. അത് എങ്കിലും സുരേഷ് ചേട്ടൻ ആ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ പത്രം ഒരു വലിയ ബ്രേക്ക് വന്ന സിനിമ അല്ലെ. എടുത്തിരിക്കുന്ന സിനിമയിൽ അഭിരാമിയുടെ അടുത്ത് ചോദിച്ചാൽ മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് ചോദിച്ചാൽ ഏത് പറയും? അയ്യോ, അങ്ങനെ ഫേവറേറ്റ് എടുക്കാൻ പറ്റത്തില്ല എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പത്രം ഇഷ്ടമാണ്. എല്ലാം ഞാൻ ചെയ്തിട്ടുള്ള എല്ലാം തന്നെ നല്ല ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി, നല്ല ആർട്ടിസ്റ്റിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. അങ്ങനെ ഫേവറേറ്റ് എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ ആക്ച്വലി മലയാളത്തിൽ എടുത്ത് നോക്കിയ ഒരു 7-8 മൂവീസേ ഞാൻ ചെയ്തിട്ടുള്ളൂ. തമിഴിലാണ് കൂടുതൽ. തമിഴ്, തെലുങ്ക്. അവിടെ അങ്ങോട്ടുള്ള ഒരു പാലം എങ്ങനെയാണ് വരുന്നത്? അതും ഇതേപോലെ ഒരു മലയാളം ഷൂട്ടിന്റെ ഇടയ്ക്കാണ് എന്നെ തമിഴിൽ നിന്ന് അപ്രോച്ച് ചെയ്യുന്നത്. അത് അർജുൻ സാറിന്റെ കൂടെ ഉള്ള ഒരു ഫിലിമാണ്, വാനവൽ എന്ന് പറഞ്ഞ്. ഇതേപോലെ ഒരു പുതിയ ആള് വന്നിട്ടുണ്ട് ഇൻഡസ്ട്രിയിൽ, എന്നാൽ നമുക്ക് തമിഴിലേക്കും വിളിക്കാം. അതായിരുന്നല്ലോ അപ്പോഴത്തെ ഒരു ട്രാക്ക്. മലയാളം വന്നു കഴിഞ്ഞാൽ പിന്നെ തമിഴ് ട്രൈ ചെയ്യുക, പിന്നെ തെലുങ്ക് ട്രൈ ചെയ്യുക, അങ്ങനെ അത് തന്നെ പോകുന്നേ. അങ്ങനെ വളരെ ഓർഗാനിക് ആയിട്ട് തെലുങ്കിലോട്ടും തമിഴിലോട്ടും ഒക്കെ പോയതാണ്. ഓരോരുത്തർ വന്ന് അപ്രോച്ച് ചെയ്ത് കഥ പറഞ്ഞ, അങ്ങനെ വെരി നാച്ചുറൽ ആയിട്ടുള്ള കഥകൾ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? അപ്പൊ പണ്ടത്തെ കഥകളൊക്കെ ഞാനും അച്ഛനും അമ്മയും 3 പേരും ഇരുന്നാ കേട്ടോണ്ടിരുന്നേ. നല്ല റോളാണോ, നല്ല ക്യാരക്ടറാണോ, ആരാണ് കൂടെ അഭിനയിക്കുന്നത്, അതൊക്കെ ഒരു നല്ല നമുക്കൊരു എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുവാണെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യും. ഇപ്പോഴും അതിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. പക്ഷെ കുറച്ചുകൂടെ വെറൈറ്റി നോക്കുന്നുണ്ട് ഞാനിപ്പോ. ചെയ്ത അതേ ക്യാരക്ടർ പിന്നെയും ചെയ്യുന്നതിൽ നമുക്കും ബോറടിക്കും, കാണുന്ന പ്രേക്ഷകർക്കും ബോറടിക്കും. ഇവർക്ക് ഇത്രേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവര് പറഞ്ഞിട്ടങ്ങ് പോകും. അപ്പം നമ്മളും നമ്മുടെ ഒരു ബാധ്യതയാണ്, നമുക്കും നമ്മുടെ ടാലന്റ് എത്രത്തോളം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന. അത് ആസ് എൻ ആർട്ടിസ്റ്റ് ഞാനത് സെൽഫിഷായിട്ട് ഞാനത് നോക്കി കാണുന്ന ഒരു കാര്യമാണ്. ആൻഡ് എൻ്റെ ഒരു ഓഡിയൻസിനെ ബോറടിപ്പിക്കാത്ത രീതിയിൽ എനിക്ക് എത്രത്തോളം വെറൈറ്റി ആയിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ അവരുടെ മുന്നിൽ പ്രദർശിക്കാൻ പറ്റും എന്നുള്ളത് എൻ്റെ ഒരു ആസ് എൻ ആർട്ടിസ്റ്റ് ദാറ്റ് ഈസ് മൈ ജോബ്. അത് ഞാൻ സീരിയസ് ആയിട്ട് തന്നെ എടുത്ത് ആസ് മച്ച് as ക്രിയേറ്റീവ് വെറൈറ്റി പറ്റുന്ന രീതിയിൽ ഞാൻ അങ്ങനെ നോക്കി. ഉണ്ട്. എന്നോട് ഇപ്പോഴാണ് പറഞ്ഞ ഉച്ചയ്ക്ക് പോയി എന്നോട് പറയുന്നത്. പരിചയപ്പെടാന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. കുറച്ചു മുമ്പാണ് പോയെന്ന് ഞാൻ അറിയുന്നത്. ഇവിടെ ഉണ്ടായിരുന്നു പറഞ്ഞു. അതുമായിട്ട് കഥകൾ, കാര്യങ്ങൾ, സിനിമയിൽ അഭിനയിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. പിന്നെ അല്ലെ? ഈ മാതൃദിനത്തിൽ നമുക്കെല്ലാം ഒരു വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നല്ലേ. ഒരു കുട്ടിയെ ദത്തെടുത്തിരുന്നു, 1 വർഷമായി ദത്തെടുത്തിരുന്നു, നല്ലൊരു പേര് കൽക്കിന്ന് കൊടുത്തിരിക്കുന്നു. ഈ മാതൃദിനത്തിൽ തന്നെയാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഒത്തിരി പോസിറ്റീവായ കമന്റുകളാണ് അതിനകത്ത് നമ്മളെല്ലാം വായിച്ചത്. അത് 1 വർഷം എങ്ങനെ മാറ്റി വെച്ചിട്ട് ഈ വർഷത്തേക്ക് 1 വർഷമായി എടുത്ത് നമ്മൾ വളർത്തുന്നത് ഈ തവണ പറയണമെന്ന് തോന്നാനുള്ള കാരണം? 1 വർഷം എന്ന് പറഞ്ഞ കഴിഞ്ഞ വർഷം ദത്തെടുത്തു എന്നുള്ളതാണ് ഞാൻ അതിൽ പറഞ്ഞിരുന്നത്. ഒരു എക്സാക്ട് 1 വർഷമായിട്ടില്ല, കുറെ മാസങ്ങളായി. 2022 നമ്മളുടെ അടുത്ത് വന്നത് അവള്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ ഒരു ലീഗൽ ഫോർമാലിറ്റി ഉണ്ട്. അത് പൂർത്തീകരിച്ചാലേ നമുക്ക് പുറത്ത് പറയാൻ പാടുള്ളൂ. അതിനുവേണ്ടി വെയിറ്റ് ചെയ്തു കുറച്ചു നാള്. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് നല്ലൊരു മുഹൂർത്തത്തിൽ അവതരിപ്പിക്കാം എന്നുള്ളത്. അതെ, ആ ഒരു മദേഴ്സ് ഡേ അതിന്റെ ഒരു പവിത്രത ഉണ്ട്. അതുകൊണ്ട് അന്നത്തെ ദിവസം നമുക്കിത് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചായിരുന്നു. ഇപ്പോൾ ഒരു വേറൊരു ലൈഫിലേക്ക് മാറി, കുട്ടി എത്തുന്നു അല്ലെ, കുട്ടിയായിട്ട് ചിരിച്ചു കളിച്ച് നോക്കുന്നു. അപ്പൊ കൂടുതൽ ലൊക്കേഷനിലേക്ക് വരുമ്പോ ഒരു നമുക്കൊരു ഫീൽ ഉണ്ടാവല്ലോ. മോളെ കാണാതിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുകൾ ഇപ്പൊ ശരിക്കും അനുഭവിക്കുന്നില്ലേ? അല്ല, മോള് വരാറുണ്ട്. ഇപ്പൊ ഉണ്ട് ഇവിടെ ഉണ്ട്. എന്റെ കൂടെ ട്രാവൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താ പറയുന്നത്, അതിന് നല്ല സപ്പോർട്ട് സിസ്റ്റം ഉണ്ട് എനിക്ക്. അതുകൊണ്ട് അത് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് നമ്മൾ അധികം അവളെ വിട്ട് നിൽക്കുന്നില്ല. ബട്ട് ആ ഒരു എല്ലാം എൻ്റെ ഒരു ഐഡന്റിറ്റിയുടെ ഭാഗമല്ലേ. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ളത് ഭാഗമാണ്, ഒരു അമ്മ എന്നുള്ളത് ഭാഗമാണ്, ഒരു ഭാര്യ എന്നുള്ളത് ഭാഗമാണ്, ഞാനായിട്ട് തന്നെ എൻ്റെ ഒരു ഭാഗമുണ്ട്. സോ എല്ലാം ബാലൻസ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകണം. അതാണ് എല്ലാ വ്യക്തികളും ചെയ്യുന്ന കാര്യം തന്നെയാണ് ഞാൻ. തീർച്ചയായിട്ടും അതിനൊന്നും മാറ്റമില്ല. അത് നമ്മുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നു. നമ്മൾ സെലിബ്രിറ്റി ആകുമ്പോൾ വേറെ വാർത്തയിലേക്ക് പോകുന്നു. ഇതാണ് അതിനകത്ത് വ്യത്യാസമല്ലോ. പല ആളുകളും ചെയ്യുന്നുണ്ട്, അത് വാർത്തയാവുന്നില്ല. അത്രേ ഉള്ളൂ. അതാണ് സത്യം. എന്തിനും ഒരു സെലിബ്രിറ്റിക്കാലോ പ്രാധാന്യം കൊടുക്കുന്നത്, അവരുടെ ചെയ്യുന്നതായിരിക്കുമല്ലോ വാർത്തയായി വരുന്നത്. പല ആർട്ടിസ്റ്റുകളുടെ കൂടെ അഭിനയിച്ചു. മമ്മൂക്കാട് കൂടെ അഭിനയിച്ചു, ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ചു, അറിയപ്പെടുന്ന അന്നത്തെ എല്ലാ ആർട്ടിസ്റ്റുമായിട്ട് അഭിനയിച്ചു. മമ്മൂക്കായിൽ നിന്നും പഠിച്ച ഒരു പാഠം എന്തായിരിക്കും?
പെട്ടെന്ന് പാടുമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് മമ്മൂക്ക എപ്പോഴും എൻ്റെ അടുത്ത് പറയും, നീ നിന്റെ പൈസയുടെ കാര്യത്തിൽ നീ വളരെ കെയർഫുൾ ആയിരിക്കണം, വേറെ ആരെയും വിശ്വസിക്കാൻ പാടില്ല, നീ അതിന്റെ കാര്യങ്ങളൊക്കെ ഫൈനാൻഷ്യൽ ഒരു അവയർനെസ് ഉണ്ടാവണം എന്ന് പുള്ളി എപ്പോഴും എൻ്റെ അടുത്ത് പറയുമായിരുന്നു. ഞാൻ പുള്ളിയുടെ കൂടെ അഭിനയിക്കുമ്പോഴത്തേക്കും എനിക്ക് അധികം പ്രായമൊന്നുമില്ല, ഒരു 16-17 വയസ്സ്, ആ ഒരു വളരെ യങ് ഏജിലാണ് മമ്മൂക്കയോട് അഭിനയിക്കുന്നത്. അപ്പോഴേ പക്ഷെ പറയുമായിരുന്നു, നീ എങ്ങനെ ആരെയും വിശ്വസിക്കാൻ പാടില്ല, ഇത് വളരെ കപടമായ ഒരു ഇൻഡസ്ട്രിയാണ്, എപ്പോഴും മനുഷ്യരെ ചതിച്ചിട്ട് പോകാൻ നോക്കും, അങ്ങനെ ഒന്നും നീ വിട്ടുകൊടുക്കാൻ പാടില്ല, യു ഹാവ് ടു ബി വെരി കെയർഫുൾ അബൌട്ട് യുവർ ഫിനാൻഷ്യൽ അവയർനെസ് ഉണ്ടാവണം എന്നുള്ളത് പറഞ്ഞത് എനിക്ക് അതിപ്പോഴും എന്റെ മനസ്സിൽ കിടപ്പുണ്ട്. അത് ലാലേട്ടൻ അങ്ങനെ പറഞ്ഞു തരുന്ന ഒരാളൊന്നുമല്ല, ഇരുത്തി മമ്മൂക്കയുടെ കുറച്ചുകൂടെ ഒരു സീരിയസ് ഗൗരവമായിട്ടുള്ള ഒരു അപ്രോച്ച് ആണ്. അതെ, ലാലേട്ടൻ അങ്ങനെയൊന്നുമില്ല, കളിച്ച് ജോളിയായിട്ട് അങ്ങനെ ഇരുത്തി അഡ്വൈസ് ചെയ്ത് മോളെ നീ ഇങ്ങനെ ചെയ്യണം, അങ്ങനൊന്നും ആളല്ല. Just a very jovial, very careful, it's very fun guy to work with. Advice ഒന്നും എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരില്ല. ലാലേട്ടന്റെ കൂടെ ചെയ്യുമ്പോൾ വേറൊരു വൈബ് നമുക്ക് വരുന്നുണ്ട്. അത് ലൊക്കേഷനിൽ ഇരിക്കുമ്പോഴാണെങ്കിലും മമ്മൂക്കായി എന്ന് വെച്ചാൽ നമുക്കൊരു സീനിയർ ആണ്, നമുക്ക് ഒരു ബഹുമാനമുണ്ട്, നമുക്ക് റെസ്പെക്ട് കൊടുക്കുന്നു, നമുക്കൊരു ഭയം ഉള്ളിലുണ്ടാവും, എപ്പോഴും സംസാരിക്കും. അതാണ് മമ്മൂക്കായുള്ള വ്യത്യാസം. ലാലേട്ടന്റെ അങ്ങനെ നമുക്കില്ലല്ലോ. ലാലേട്ടനോട് ആക്ച്വലി ഓൺ സെറ്റ് ആണ് എനിക്ക് കുറെ കൂടെ പഠിക്കാൻ പറ്റിയിട്ടുള്ളത്. മോളെ നീ എങ്ങനെയല്ല, നീ ആ നോട്ടം കുറച്ചുകൂടി ഇങ്ങനെ നോക്കണം, ആ ക്യാമറ ഇങ്ങനെയല്ല വരുന്നേ, അപ്പൊ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് നീ ഇങ്ങനെ ചെയ്യണം. ഞാൻ ലാലേട്ടനെ അനുകരിക്കല്ല, ലാലേട്ടൻ പറയുന്നതാണ് മോനെ, ഇപ്പൊ ഞാൻ പറയുന്നത് മോനെ അതല്ല, ഞാൻ അങ്ങനെ പറഞ്ഞു, അങ്ങനെയാണ്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും, നമ്മുടെ രീതിക്ക് പറയാൻ പറ്റില്ല. അതാണ് ഇപ്പൊ പറഞ്ഞത്. ആ രീതി എല്ലാവർക്കും ഇഷ്ടമാണ്, ആ രീതി നമ്മൾ പറയുന്നത്, അങ്ങനെയാണ് ലാലേട്ടൻ സംസാരിക്കുന്നത്. ഇപ്പൊ ഈ വന്നു കഴിഞ്ഞപ്പോ ഒത്തിരി മാറ്റങ്ങൾ സിനിമാ മേഖലയ്ക്ക് ഉണ്ടല്ലോ. ഇപ്പൊ 4 വർഷത്തിന് ശേഷം ഒത്തിരി മാറ്റങ്ങൾ ഡിജിറ്റൽ യുഗത്തിൽ തന്നെ അഭിരാമി അഭിനയിക്കുന്നുണ്ട്. മലയാള സിനിമയ്ക്ക് വരുമ്പോൾ ഒത്തിരി മാറ്റങ്ങൾ കാണുന്നുണ്ട്. ആ മാറ്റങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോ എന്താണ് അഭിരാമിക്ക് തോന്നുന്നത്? വളരെയധികം എക്സൈറ്റഡ് ആണ് ഞാൻ. ആ ഒരു കഥകളിൽ വന്ന മാറ്റമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നത്. ഇപ്പൊ 2018 പോലത്തെ ഒരു സിനിമ എടുക്കുവാണെങ്കിൽ അത്രയും വലിയൊരു സ്കെയിലിൽ ഒരു ഗ്രാൻഡ് ക്യാൻവസ്, ഒരു എന്താ പറയാ, ഒരു ബിഗ് സ്ക്രീനിൽ തന്നെ കാണേണ്ട പടം എന്നൊക്കെ നമുക്ക് മലയാളം സിനിമയെ കുറിച്ച് അത്രയും അധികം വിശേഷിപ്പിച്ച് ഞാൻ അധികം കേട്ടിട്ടില്ല. ചിലപ്പോൾ നമ്മൾ മാർവൽ, അവഞ്ചേഴ്സ് അങ്ങനെയൊക്കെ പറയുമ്പോഴേ നമ്മൾ പറയുള്ളൂ, അല്ലെങ്കിൽ ഒരു RRR അങ്ങനെയൊക്കെ പറയത്തുള്ളൂ. ആ ഒരു സ്കെയിലിൽ മലയാളം ഇപ്പൊ ചിന്തിച്ചു തുടങ്ങി എന്നുള്ളത് അത് വലിയൊരു കാര്യമാണ്. സ്റ്റോറിയുടെ ആ ഒരു സോൾ അത് നമ്മൾ തിരിച്ച് പിടിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എസ്പെഷ്യലി മലയാളത്തിൽ എഴുതുന്ന ക്യാരക്ടേഴ്സ് ആവട്ടെ, ഒരു ഫോർമുല വിട്ട് അത് മാറി കുറെ കൂടെ ഒരു റിയലിസവും കുറെ കൂടെ ജെന്യുവിൻ ആയിട്ടുള്ള സ്റ്റോറീസ് ഇപ്പൊ പറയപ്പെടുന്നു എന്നുള്ളത് എനിക്ക് ഐ എം വെരി എക്സൈറ്റഡ്. ഒരേ ടൈപ്പ് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിൽ നിന്നൊരു മാറ്റം വേണമെന്ന് അന്ന് തന്നെ ആഗ്രഹിച്ചിട്ടുണ്ട്, അങ്ങനെ മാറ്റത്തിലേക്ക് തന്നെ പോവുകയും ചെയ്തു. ഈ ഒരേ ടൈപ്പ് കഥാപാത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ടല്ലോ, ഞാൻ ആ ചെയ്ത കഥാപാത്രം ഈ സിനിമയിൽ എനിക്ക് കിട്ടിയിരിക്കുന്നു, പിന്നെ വേറൊരു സിനിമ വരാത്തത് കൊണ്ട് അഭിനയിക്കേണ്ടതായി വന്നിട്ടുണ്ടോ? വരാത്തത് കൊണ്ടെന്നല്ല, നമ്മളിപ്പോ ഒരു ഒരു ഫിലിമിൽ ഭാഗമാകുന്നതിൽ പല ബോക്സസ് ഉണ്ട്. അതിനകത്ത് ഒന്നിലെ നമ്മള് അത് ചെയ്യുന്നത് നമ്മുടെ ക്യാരക്ടർ കൊണ്ടാവാം, ഇല്ലെങ്കിൽ ഈ സിനിമ ഓടും എന്നുള്ള നമ്മളൊരു ഗട്ട് ഇൻസ്റ്റിങ്ക്റ്റ് കൊണ്ടാവാം, ആ സിനിമയുടെ എന്റെ ഭാഗമാവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവാം, ഇല്ലെങ്കിൽ അതിന്റെ ടെക്നീഷ്യൻസിന്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാവാം, അവിടെ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാവാം, ഇല്ലെങ്കിൽ നല്ലപോലെ പൈസ കിട്ടുന്നുണ്ടാവാം. പറയുമ്പോ എല്ലാം പറയണമല്ലോ. അപ്പം അങ്ങനെ ചിലപ്പം റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ വേറെ എന്തെങ്കിലും ബോക്സ് ചെക്ക് ചെയ്തിട്ടുണ്ടാവും അതില്, അതുകൊണ്ടായിരിക്കാം റെപ്പറ്റേറ്റീവ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. അല്ലാതെ വേറൊരു സിനിമ ഒഴിഞ്ഞു പോയതുകൊണ്ട് എനിക്ക് അങ്ങനെ സിനിമ ചെയ്തിട്ടേ എനിക്ക് അങ്ങനെയില്ല, അതില്ല. എന്തെങ്കിലും ഒരു അട്രാക്റ്റീവ് ആയിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടാവും അതില്. പൈസയുടെ കാര്യം പറഞ്ഞപ്പോ ഒരു കാര്യം ചോദിച്ചത്, ഈ തുല്യവേതനം എന്ന് ഒരു സംഭവം ഇപ്പം മലയാള സിനിമയിൽ ഭയങ്കര ചർച്ച നടത്തുന്നുണ്ട്. തുല്യവേതനം, അപ്പം താങ്കൾക്കാണെങ്കിലും സുരേഷ് ചേട്ടനാണെങ്കിലും അങ്ങനെ തുല്യവേതനം വേണമെന്ന് വാദിക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. ആ തുല്യവേതനത്തോട് എന്താണ് താല്പര്യം? നമ്മൾ ചെയ്യുന്നതും അതേ ജോലിയാണ്, അവർ ചെയ്യുന്നതും അതേ ജോലിയാണ്. അപ്പം തുല്യവേതനത്തെ കുറിച്ച് എന്താണ്? ഐ ഡോണ്ട് തിങ്ക് വാദിക്കുന്ന അവര് പറയുന്നത്, ഇപ്പം എന്നെ ഒരു സുരേഷ് ചേട്ടനെയും കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അത് ഒരു ഈക്വൽ പ്ലാറ്റ്ഫോമിലല്ല നമ്മൾ പ്രവർത്തിക്കുന്നത്. ഐ തിങ്ക് വാട്ട് ദേ ആർ സേയിങ് ഇസ്, ഒരേപോലെ മെനക്കെട്ട് ഇപ്പൊ ഒരു കഥയിൽ ഒരു ഹീറോ എന്ന ഒരു വേറൊരു തലത്തിൽ ലാർജർ ദാൻ ലൈഫ് ഒരു ഹീറോ ഇല്ലാത്തൊരു സ്റ്റോറിയിൽ കുറെ പറ്റം ആൾക്കാരുടെ സ്റ്റോറി ആണെങ്കിൽ ഇവരുടെ പേര് പറഞ്ഞ് നമുക്ക് ഓഡിയൻസിനെ പുള്ള് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അതൊരു സ്ത്രീയുടെ പേര് പറഞ്ഞിട്ടാണെങ്കിൽ
അവർക്ക് അതിൻ്റെതായ പ്രതിഫലം കിട്ടേണ്ടതാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. അല്ലാതെ ആ സിനിമയിൽ ഇങ്ങർക്ക് ഇത്രയും കിട്ടിയില്ലേ, അതുകൊണ്ട് എനിക്ക് അടുത്ത സിനിമയിൽ എനിക്ക് ഇത്രയും വേണം എന്നുള്ളതല്ല. അത്രയും ഒരു സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല ആ ഒരു വാദത്തിനെ. ബട്ട് ഐ എം വെരി അവെയർ ഓഫ് പ്രൊഡ്യൂസറിന്റെ ഒരു ഭാഗത്തു നിന്ന് നോക്കുവാണെങ്കിൽ ഇന്നാരെ കാസ്റ്റ് ചെയ്താൽ എനിക്ക് ഇത്രയും കുറച്ചുകൂടി ബെനിഫിറ്റ് ഉണ്ടാവും, ബിസിനസ് നടക്കും എന്നുള്ളത് അവർക്ക് നല്ലൊരു ബോധമുണ്ട്. അതില് അവരുടെ വില ഇടിച്ചു താത്താൻ പാടില്ല. അത് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. അത് സ്ത്രീ ആയതുകൊണ്ട് മാത്രം ഇടിച്ചു താത്താൻ പാടില്ല. അതില് ഒരു ജെൻഡറിന്റെ ആവശ്യം നോക്കാനില്ല. അവരെ കൊണ്ട് ആ സിനിമയ്ക്ക് എത്രത്തോളം ബിസിനസ് കിട്ടുന്നുണ്ടോ അത്രയും എന്താ പറയണേ, ഫെയർ ആയിട്ടുള്ള ഒരു പ്രതിഫലം അവർക്ക് കൊടുക്കേണ്ടതാണ്. പക്ഷെ അത് തുല്യത നിങ്ങൾക്ക് അത്രയും കിട്ടുന്നുണ്ട് എനിക്ക് ഇത്രയും കിട്ടണം എന്നുള്ളതിലല്ല, പറയുന്ന രീതിയോടുള്ള ഇതുണ്ട്. അതെ അതെ അതെ. പക്ഷെ അവര് പറയുന്നതും അങ്ങനെയാണെന്ന് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എനിക്ക്. അത്രയും ഒരു സിംപ്ലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് അല്ല ആ ഒരു വോയിസ് വെക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാലം എന്നെ കൊണ്ട് ഇത്രയും ബിസിനസ് കിട്ടുന്നില്ലേ, പിന്നെ ഞാൻ എന്തുകൊണ്ട് എനിക്ക് ആ പ്രതിഫലം എനിക്ക് കിട്ടുന്നില്ല, ഞാനും പ്രയത്നിക്കുന്ന അതേപോലത്തെ പ്രയത്നമാണ് എന്നുള്ളതാണ് അവരുടെ വാദം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കൃത്യമാണ്. ആ ഒരു വാദത്തിന് തെറ്റ് പറയാനുമില്ല. ഇല്ല, കൃത്യമായൊരു നമ്മൾ പറയുന്ന രീതിയോടുള്ള ഒരു, നമ്മളിപ്പോ എന്താണ് പറയുന്നത്, ഇപ്പൊ എനിക്കിത് വേണം, ഇപ്പൊ നേരത്തെ പറഞ്ഞ അഭിരാമി പറഞ്ഞ അദ്ദേഹത്തിന് കിട്ടുന്ന എനിക്കിത് വേണം, പറയുന്ന സ്റ്റൈലാണ് ചിലപ്പോൾ പ്രശ്നമാകുന്നുള്ളൂ. ആയിരിക്കാം, അത് എനിക്കിപ്പോ കമന്റ് ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും പറ്റില്ല. അതായിരിക്കാം എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തോ ആകാം. അതുപോലെ തന്നെയാണ് മറ്റൊരു സാലറി പ്രശ്നങ്ങൾ. ഇപ്പൊ ഈ പൈസയുടെ കാര്യം പറഞ്ഞതിപ്പോ പ്രശ്നമായില്ലോ, ഞാൻ പിൻവലിച്ചു, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, ഇപ്പൊ പൊതുവെ ഈ സാലറി വളരെ വർദ്ധിപ്പിക്കുന്നു. ഇപ്പൊ ഈ ഇടയ്ക്കൊക്കെ സുരേഷേട്ടനൊക്കെ അറിയാലോ, മേനക സുരേഷേട്ടനൊക്കെ ചേംബറിന്റെ പ്രസിഡന്റ്, അദ്ദേഹമൊക്കെ പറയുന്നത് വലിയ വാർത്തയാണ്. ഇപ്പൊ പുറത്തെ ചർച്ചയാണ്, ഞാൻ എടുത്തൊരു വാർത്തയാണ് അത് ചർച്ച വരുന്നത്. ഈ സാലറി വളരെ വർദ്ധിക്കുന്നു. ചില സിനിമകൾ പരാജയപ്പെടുന്ന ഒത്തിരി പ്രൊഡ്യൂസർമാർ. പണ്ടൊക്കെ നസീർ സാറൊക്കെ ഒരു സിനിമ പരാജയപ്പെട്ടാൽ അന്ന് തന്നെ വിളിച്ചിട്ട് പറയും, ഞാൻ നിനക്കൊരു ഡേറ്റ് തരാം, അങ്ങനെ ഒരു ഡേറ്റ് ഉണ്ടാവും, അത് നിങ്ങൾ ചെയ്തു, അങ്ങനെ പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. ഇപ്പൊ അങ്ങനെയൊന്നും പറയുന്ന ആളുകളൊന്നും ഇല്ലാന്ന് തന്നെ നമുക്ക് തീർത്തും പറയാൻ പറ്റും. ഈ സാലറി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സുരേഷ് കുമാർ പറഞ്ഞത്, ഇവിടെ ഭയങ്കര സാലറി മേടിക്കും, ഇവിടെ പ്രൊഡ്യൂസർമാരിൽ പണം കൊടുക്കുന്ന മരമൊന്നുമില്ല എന്നാണ് സുരേഷ് കുമാർ പറയുന്നത്. ചില സിനിമ വിജയിച്ചാൽ, ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു സിനിമ വിജയിച്ചാൽ അടുത്ത സിനിമയ്ക്ക് മുമ്പോൾ ഇരട്ടി സാലറി പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോകുന്നു. അത്തരം ഒരു പ്രവണത മലയാള സിനിമ ഇല്ലാതാകുന്നു എന്നാണ് ഇവരൊക്കെ പറയുന്നത്. അത്തരം ഒരു പ്രവണത എങ്ങനെയാണ് കാണുന്നത് അവര്? ഇപ്പൊ എനിക്ക് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പം വേറൊരാള് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ ജഡ്ജ് ചെയ്യാൻ ഞാൻ ആരുമല്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അതിൽ എന്തെങ്കിലും ഒരു ശരി തോന്നുന്നുണ്ടാവും, അത് അവര് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇതൊരു അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് എ ബിസിനസ്. ഇപ്പം ഒരാള് എനിക്ക് ഇത്രയും സാലറി വേണം എന്ന് പറഞ്ഞ് പ്രൊഡ്യൂസറിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് പ്രൊഡ്യൂസറിനെ വേറെ ആളെ നോക്കി പോകാം, അത് അവരുടെ ഓപ്ഷൻ ആണ്. വേണവും താനും അത് കൊടുക്കാനും എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാളുടെ പക്ഷം പിടിക്കുവല്ല. ഇതില് എനിക്കിപ്പോ അതിനൊരു വിധി പറയാനായിട്ടുള്ള ഒരു പൊസിഷനിലേ അല്ല ഞാൻ. അത് ഒരു ഫെയർ ആയിട്ട് നടത്തേണ്ട ഒരു കാര്യമാണ്. അതെ, പ്രൊഡ്യൂസേഴ്സ് എല്ലാരും കൂടെ ഞങ്ങൾ സിനിമ എടുക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സ്വന്തമായിട്ട് ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് ഞാൻ തന്നെ അഭിനയിക്കേണ്ടി വരും. അത്തരം അഭിനയിക്കുന്നവരും ഉണ്ട്. അപ്പൊ അങ്ങനെ ചെയ്താൽ മതി എന്ന് വെക്കണം. പ്രൊഡ്യൂസർക്ക് അവരാവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അവർ അർഹിക്കുന്ന സാലറി കൊടുക്കാൻ ആരും ഇല്ലെങ്കിൽ അവര് സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് അഭിനയിക്കും, അത്രേ ഉള്ളൂ. പക്ഷെ ഇതില് ഞാനെന്ത് പറയണ, പിന്നെ സിനിമകൾ കഴിയുമ്പോ എന്നല്ല, എനിക്ക് ഇപ്പൊ ഇൻഡസ്ട്രി അനുസരിച്ച് അതിന്റെ പേ റേറ്റ് വ്യത്യാസം ഉണ്ടാവും. എനിക്ക് ആ സിനിമയിൽ ചെയ്യാനുള്ള ഡേറ്റ്, എത്ര കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്, എത്രത്തോളം കഷ്ടപ്പെട്ട് അഭിനയിക്കണം എന്നുള്ളതുണ്ട്. അതൊക്കെ വെച്ചിട്ട് ഓരോ സിനിമയിലും അതിൻ്റെതായ റേറ്റ്സ് പറയാറുണ്ട്. അതെ, കുറയ്ക്കാറുമുണ്ട്. ഞാൻ ഇപ്പൊ ചെയ്തിട്ടുള്ള ഒരു പറ്റം സിനിമകൾ, മേ ബി അറ്റ്ലീസ്റ്റ് 3 or 4 മൂവീസ് ഞാൻ സിനിമ കാശ് വാങ്ങിക്കാതെ അഭിനയിച്ചിട്ടുണ്ട്. കാശ് വാങ്ങിക്കാതെ അഭിനയിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു ദിവസം ഇത്രയും തന്നാൽ മതി, നിങ്ങൾ എത്ര തന്നാലും എനിക്ക് മതി, എനിക്ക് ആ സിനിമ അങ്ങനെ ചെയ്തേ പറ്റൂ എന്ന് അങ്ങനെ തോന്നിപ്പോയ എനിക്ക് വിട്ട് കളയാൻ പറ്റില്ല എന്ന് തോന്നി എനിക്ക് വേണ്ട, നിങ്ങൾ എത്ര തരാൻ പറ്റുമോ അത്ര തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അഭിനയിച്ച സിനിമ. നല്ല മനസ്സാട്ടോ, ഇങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ട് എന്റെ അറിവിലില്ല. ഞാൻ അങ്ങനെ അഹങ്കാരം പറയല്ല, എന്റെ അറിവില് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ വിട്ടുവീഴ്ച ചെയ്യാറുണ്ട്, പല ആൾക്കാരും വിട്ടുവീഴ്ച ചെയ്യാറുണ്ട്. പൈസയെ വേണ്ട എന്ന് പറയുന്ന
ഒരു 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 കലയോടുള്ള സ്നേഹമാണ്. അത് 1-2 സിനിമയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെ, അതെ. എല്ലാ സിനിമയ്ക്കും പൈസ ഇല്ലാതെ അഭിരാമി വിളിക്കാൻ പൈസ ചോദിക്കില്ല എന്ന് പറഞ്ഞ ആരും എന്റെ അങ്ങനെ ആരും വന്നേക്കലുണ്ട്. പൈസ ഇപ്പൊ മേടിക്കുന്നുണ്ടോ? അതിന് തെറ്റിദ്ധരിച്ചു വന്നത് അഭിരാമി പൈസ ഇല്ലാന്ന് ഒരിക്കലും പറഞ്ഞില്ല, ജീവിക്കാനുള്ളതാണ്. അതില്ല, അങ്ങനെയൊന്നുമില്ല. അല്ല, അതൊക്കെ ഒരു നല്ലൊരു ആറ്റിറ്റ്യൂഡാണ്. ഒരാൾക്കൊരു ഇപ്പൊ അഭിരാമി ഇത് പറയുമ്പോൾ ഒരാൾക്ക് കേൾക്കുമ്പോ ഒരു സന്തോഷമാണല്ലോ. അങ്ങനെ അഭിനയിച്ചു എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമാണ്. അത് പക്ഷെ എല്ലാ മേഖലകളിലും ആൾക്കാർ ചെയ്യുന്നല്ലേ. ഇപ്പൊ ഒരു വക്കീലിന്റെ കാര്യം എടുക്കുവാണെങ്കിൽ കുറെ അധികം നല്ലപോലെ കാശ് കിട്ടുന്ന കേസസ് വരും. അപ്പൊ പ്രോബോണോ ആയിട്ട് കുറെ ചെയ്യാൻ പറ്റും. അതേപോലെ ഡോക്ടേഴ്സിന്റെ കാര്യത്തിലാണെങ്കിൽ ഒരു കുറെ അധികം കാശ് കിട്ടുന്ന ചില സർജറീസ് ആയിരിക്കും അവർ ചെയ്യുന്നത്. അപ്പൊ കുറച്ച് അതിന് അർഹിക്കുന്ന ഒരു കേസ് വരുമ്പോഴത്തേക്കും എനിക്ക് നിങ്ങൾ എന്റെ ഫീസ് എനിക്ക് വേണ്ട, ബാക്കി നിങ്ങൾ നോക്കിയാൽ മതി എന്ന് പറയുന്ന ഡോക്ടേഴ്സും ഉണ്ട്. അത് എല്ലാ മേഖലകളിലും ആൾക്കാർ ചെയ്യുന്നതാണ്. അത് അതിന്റെ ചെയ്യാനുള്ളൊരു മനസ്സുണ്ടായാൽ മാത്രം മതി. അത് ഈ ഡോക്ടർമാരാണെങ്കിൽ അതൊക്കെ ചെയ്യുന്നു. പക്ഷെ ഇത് സെലിബ്രിറ്റി വരുമ്പോഴാണ് ഇതൊക്കെ ആളുകൾ സംസാരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ഈ സാലറിയുടെ വിഷയമാണെങ്കിലും. അതും ഇപ്പൊ താങ്കൾ എന്റെ അടുത്ത് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ ഞാനിങ്ങനെ പബ്ലിസിറ്റി അല്ല, ഞാൻ ചോദിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ സിനിമാ മേഖലയിൽ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അഭിരാമിയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണ് എന്ന് എനിക്ക് തോന്നുന്നു. പണ്ടൊരു വിഷയം ഉണ്ടായപ്പോൾ അഭിരാമി ലൈവിൽ വന്ന് ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞൊരു വാർത്തക്ക് വലിയ പ്രാധാന്യമായി, ഒരു തലക്കെട്ട് കൊടുത്ത ഒരു വാർത്തയുമായിട്ടുള്ളത്, ഒരു ഓൺലൈനിൽ വന്ന വാർത്തയായിട്ടുള്ളത്. അത് അവരെ കൊണ്ട് മാപ്പും പറയിക്കും, ഇല്ലേ? പറയിച്ചതല്ല, അവർക്ക് മാപ്പ് പറയണം തോന്നിയതുകൊണ്ട് അവര് പറഞ്ഞു. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഒത്തിരി ഇപ്പം ഈ ഒരു 4 വർഷത്തിന് ശേഷം ഇപ്പൊ വരുമ്പോ തന്നെയല്ലേ സോഷ്യൽ മീഡിയക്ക് ഭയങ്കര പ്രാധാന്യമാണ്. ഇതിന്റെ നമ്മുടെ പൂജ സമയത്ത് എന്തോരം ക്യാമറ ആയിരുന്നു, അല്ലെ? അതെ, തീർച്ചയായിട്ടും. അത്തരം സോഷ്യൽ മീഡിയ ഒക്കെ വരുന്ന പോലെ നമ്മള് കാണുന്നില്ല പണ്ടൊന്നും. അപ്പൊ നമ്മൾ എന്ത് പറയുന്നതോ നമ്മൾ പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? അതെപ്പോഴും തോന്നേണ്ടതല്ലേ. അത് സോഷ്യൽ മീഡിയ വന്നുകൊണ്ട് മാത്രമാണോ നമ്മൾ സ്വന്തമായിട്ടൊരു ഫിൽറ്റർ വെക്കേണ്ടത്? നമ്മൾ ഫിൽറ്റർ വെക്കേണ്ടത് എപ്പോഴും നമ്മുടേതായ ഒരു മാന്യത അതല്ലേ. അത് സോഷ്യൽ മീഡിയ കാരണം ഞാൻ എക്സ്ട്രാ ഫിൽറ്റർ ഒന്നും വെച്ചിട്ടില്ല. പറയേണ്ട കാര്യങ്ങൾ പറയണം എന്ന് തോന്നുന്ന ഇടത്ത് പറയേണ്ട രീതിയിൽ പറയും. അത് ആരെയും വേദനിപ്പിക്കുന്ന രീതിയിൽ എനിക്ക് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പറഞ്ഞത് ആർക്കും വേദനിച്ചിട്ട് വിളിച്ചിട്ടുണ്ടോ അഭിരാമി പറഞ്ഞത് ഒരു കാര്യം അവരെ വേദനിപ്പിച്ചു? അങ്ങനെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അങ്ങനെ ആരെങ്കിലും ഒരു പൊതുമേഖലയിൽ അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പൊ മേ ബി ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞതോ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലുള്ള ആൾക്കാരടുത്ത് പറഞ്ഞത് എന്തെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് ഉടനെ എന്താന്ന് വെച്ചാൽ അതിന്റെ മാപ്പ് പറയണമെങ്കിൽ ഇഫ് ഐ എം റോങ് ഐ ഹാവ് അപ്പോളജൈസ്ഡ്. അതിൽ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ജയറാമിന്റെ സിനിമ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് അഭിരാമി അതിൽ പറയുന്നു കേട്ടു, ഇത്ര രാഷ്ട്രീയം പറയുന്ന സിനിമകൾ വേണ്ടായിരുന്നു, ഇത് വലിയ ചർച്ചയ്ക്ക് പോയിരുന്നു എന്ന് അഭിരാമി ഒരു സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ മാറ്റി ചിന്തിക്കാനുള്ള കാരണം എന്തായിരുന്നു? കാലം മാറുന്നതോടുകൂടി നമ്മുടെ കാഴ്ചപ്പാട് മാറില്ലേ? അന്നത്തെ കാലമാണോ ഇന്ന്? സിനിമയാണ്, അത് അവിടെ നിൽക്കും എന്നും അല്ല. പക്ഷെ അന്നത്തെ സിനിമ കാണിച്ചത് അന്നത്തെ കാലഘട്ടത്തില് അന്നത്തെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ചിന്താഗതിയാണ് അന്നത്തെ സിനിമകൾ കാണിച്ചിരുന്നത്. അത് ആ ഒരു സിനിമ മാത്രമല്ല, അന്നത്തെ കാലത്ത് വന്ന പല സിനിമകളിലും അങ്ങനത്തെ ഒരു ധ്വനി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആൾക്കാരുടെ ചിന്താഗതി മാറി, കുറെ കൂടെ നമ്മൾ അവെയറായി, കുറെ കൂടെ നമ്മൾ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങി. ചർച്ച ചെയ്യുമ്പോഴല്ലേ നമുക്ക് നമ്മൾ പണ്ട് ചെയ്ത ഒരു കാര്യം തെറ്റാണെന്ന് നമുക്ക് ഇപ്പൊ ബോധം വരുമ്പോഴത്തേക്കും അല്ലല്ല ഞാൻ ചെയ്ത തെറ്റല്ല എന്ന് പറയുന്നതാണോ ശരി? അല്ല, അത് ചെയ്തത് അങ്ങനെ വേണ്ടായിരുന്നു എന്ന് പറയുന്നതാണോ ശരി? അത് നമ്മൾ ആർജവത്തോട് വിളിച്ചു പറയുന്നത് തന്നെയാണ് ശരി. അതെ, അത് തന്നെയായിരുന്നു സംഭവിച്ചത്. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ പിന്നീട് അതിൽ കുറിച്ച് അതോടുകൂടി സൈബർ അറ്റാക്ക് ഒക്കെ ഉണ്ടാകാറുണ്ട്, ഇല്ലേ? ഉണ്ടാകും. അങ്ങനെ എന്ത് പറഞ്ഞാലും സൈബർ അറ്റാക്ക് ഉണ്ടാകുന്ന കാലമാണിത്. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും അങ്ങനെ ഉണ്ടാകുമ്പോഴത്തേക്കും പിന്നെ ഞാൻ എന്റെ ശരികൾ പറയാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരിക്കലും. പിന്നീട് അത് തെറ്റാന്ന് തോന്നിയിട്ടില്ലോ, അല്ലെ? അങ്ങനെ പറഞ്ഞതോ? ഇല്ല, ഒരിക്കലും തോന്നിയിട്ടില്ല. അത് ഒരു വ്യക്തിയോടുള്ള ഒരു കാര്യമല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഇന്ന വ്യക്തി ഇത് ചെയ്തത് തെറ്റ് എന്നല്ലല്ലോ ഞാൻ പറഞ്ഞേ. അന്നത്തെ കാലഘട്ടത്തിലുള്ള ചിന്താഗതി ഇന്ന് ഇല്ലാത്തതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഇറങ്ങുന്ന സിനിമകൾ പല ബോഡി ഷെയിം വരുന്ന സിനിമകളുണ്ട്, ഡയലോഗുകളൊക്കെ ഭയങ്കര പ്രശ്നമാവുന്നുണ്ട് ആ സിനിമകൾ. അത്തരം സിനിമകളെ കുറിച്ച് എന്താണ് അഭിരാമിയുടെ അഭിപ്രായം? എന്തായിരിക്കും അഭിപ്രായം? പറയുന്ന ആളാണ്. എന്തായിരിക്കും നമുക്കൊരു തൃപ്തിയാവുമല്ലോ. എന്നെ കൊണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് ഇതിന്റെ അടിയിൽ വരണം കമന്റ്. അല്ല, ഇതൊരു സീരിയസ് മാത്രമാണ്. അതെ, സിനിമയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പറയുന്നത്, സിനിമയ്ക്ക് വേണ്ടിയാണ് നമുക്ക് പറയാം. നമ്മളൊരു കഥാപാത്രമാണ് സിനിമയ്ക്ക്. നമുക്ക് നമ്മുടെ ഡ്രസ്സിംഗ് രീതി വരെ കഥാപാത്രത്തിന് ഇണങ്ങുന്ന ഡ്രസ്സിംഗ് അവർ പറയാണ്, അത് ഇടാൻ നമ്മൾ ബാധ്യസ്ഥനാണ്. അല്ല.
നമ്മുടെ കംഫർട്ട് ലെവലിന് കവിഞ്ഞുള്ള ഒരു ബാധ്യതയൊന്നും ആർക്കും ഇല്ല. അത് പ്രശ്നമാകുന്ന എവിടെയാന്ന് വെച്ചാൽ അതിന്റെ ഒരു ചോയ്സ് ഇല്ലാതെ പോകുന്ന സമയത്താണ് പ്രശ്നമാകുന്നത്. ഇതില്ലാതെ നമുക്ക് വേറെ ഗതിയില്ല, ഇത് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു കൂട്ടിലടക്കപ്പെട്ട ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമുക്ക് പ്രശ്നം ഉണ്ടാവുന്നത്. ഓരോരുത്തർക്കും അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. അതിനുള്ളിൽ അത് കഴിഞ്ഞ് അതിന്റെ പുറത്തോട്ട് പ്രവർത്തിച്ചാലേ ഇവിടെ ഒരു ഗതിപ്പെടുള്ളൂ എന്നുള്ളൊരു സന്ദർഭം, ഒരു സാഹചര്യം വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇപ്പൊ നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ ഈ ബോഡി ഷെയിം, ഡബിൾ മീനിങ് ഉള്ള സിനിമകൾ വരുമ്പോൾ അഭിരാമി അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്? അത്തരം സിനിമകൾ കാണുമ്പോൾ ഇത് വേണ്ടായിരുന്നു, ഇത് അവരെന്തിനു ചെയ്തു എന്ന് തീർച്ചയായിട്ടും ചിന്തിച്ചിട്ടുണ്ട്. ഓഫ് കോഴ്സ് ചിന്തിച്ചിട്ടുണ്ട്. ആര് ഇച്ചിരി കോമൺ സെൻസ് ഉള്ള എല്ലാരും ചിന്തിച്ചു പോകും. അപ്പൊ അതേ കുറിച്ച് എന്താണ് റീതിങ്ക് ചെയ്തിരിക്കുന്നത്? ഞാൻ ആലോചിച്ചിട്ട് എന്ത് ചെയ്യാൻ, അവരെഴുതി അത് സ്ക്രീനിൽ ക്യാപ്ചർ ചെയ്ത് സിനിമയായിട്ട് പുറത്ത് വന്നു കഴിഞ്ഞു. ഇനി ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? ഇപ്പൊ എനിക്ക് ഡയലോഗ് തരുന്നതിൽ എനിക്ക് എന്തെങ്കിലും അതിനോട് വിയോജിപ്പുണ്ടെങ്കിലോ ഇല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു സെന്റിമെന്റ് ഹേർട്ട് ചെയ്യുന്ന എനിക്ക് അപ്പോൾ എന്റെ ചുരുങ്ങിയ അറിവിൽ എനിക്ക് അത് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ പറയും. എനിക്കിപ്പോ അതിന്റെ ഒരു കുറെ വർഷമായിട്ട് ഇതിൽ ഇൻഡസ്ട്രിയിലുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് അതിന്റെ റെസ്പെക്ട് എനിക്ക് തരുന്നുമുണ്ട്. അത് പറയാനുള്ള ഒരു ചങ്കൂറ്റം എനിക്കും ഉണ്ട്. അത് ഞാൻ ഡിസ്കസ് ചെയ്യാറുണ്ട്, ഡെഫിനറ്റ്ലി ചെയ്യാറുണ്ട്. ഇപ്പൊ ഞാൻ ചെയ്തിട്ടുള്ള വേറെ പല സിനിമകളിലും ഞാൻ ഇതേപോലെ സംസാരിച്ചിട്ടുണ്ട്. മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇല്ല, അതിപ്പോ ഇങ്ങനെ ചെയ്തേ പറ്റൂ, ഈ ഒരു സംഭവം സ്ക്രിപ്റ്റിൽ നിന്ന് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കഥ മുഴുവൻ പൊളിഞ്ഞു പോകും എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്കും ശരി നമ്മൾ കുറച്ച് ചെയ്യേണ്ടി വരും. പിന്നെ അത് നമ്മളിപ്പോ കാണിക്കുന്ന സാധനം ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുവാണോ അല്ലെങ്കിൽ ഞാനൊരു വില്ലത്തി ക്യാരക്ടറാണ് ചെയ്യുന്നതെന്ന് വെച്ചോളൂ, അതിൽ ഞാൻ കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ എല്ലാം ശരിയാവണമെന്നില്ല. ഒരു ലെൻസ് കൂടി നോക്കുവാണെങ്കിൽ അത് വളരെ ഡാർക്ക് ആയിട്ടുള്ള ഒരു കാര്യം ആയിരിക്കും. പക്ഷെ ആ ഒരു വില്ലത്തി ആയിട്ട് കാണുവാണെങ്കിൽ നോ പ്രോബ്ലം. ബിക്കോസ് നമ്മുടെ സമൂഹത്തിലെ എല്ലാ തരം ആൾക്കാരും ഉണ്ട്. ആ ഒരു വില്ലത്തിയുടെ സ്വഭാവം കാണിച്ച് ക്ലാപ്സ് വാങ്ങിക്കാൻ വേണ്ടി സീൻ എഴുതുവാണെങ്കിൽ അതിലാണ് പ്രശ്നം. അതിനെ ഗ്ലോറിഫൈ ചെയ്യാൻ പാടില്ല എന്നേ ഉള്ളൂ. അത് വെട്ടി തുറന്ന് പറഞ്ഞിട്ടുണ്ട്. മലയാള സിനിമയിലും പറഞ്ഞിട്ടുണ്ട്, അന്യഭാഷ സിനിമയിലും പറഞ്ഞിട്ടുണ്ട്. മലയാള സിനിമയിലും അങ്ങനെ പറയേണ്ടി വന്നിട്ടുണ്ട് ഉണ്ട് അല്ലെ? ഈ കഴിഞ്ഞ കാലങ്ങളിൽ അഭിനയിച്ച ചുരുങ്ങിയ സിനിമകൾ അഭിനയിച്ചുള്ളൂ. അപ്പൊ സിനിമ ഏതാന്ന് നീ പ്രേക്ഷകർ കണ്ടെത്തിക്കോ. അത്രല്ലേ ഉള്ളൂ. 7 സിനിമയല്ലേ അഭിനയിച്ചിട്ടുള്ളൂ, കണ്ടെത്താൻ പറ്റും. നമ്മളായിട്ട് പേര് പറയുന്നില്ല എന്നുള്ളൂ. എന്തിനാ അവര് കണ്ടെത്തിക്കോളൂ, ഞാനും അത് കണ്ടെത്തിക്കോളാം. ഇനി അടുത്ത ഇന്റർവ്യൂ ചെയ്യാൻ ഈ സിനിമയിൽ ഈ സീൻ എന്തിനു ചെയ്തു എന്നായിരിക്കും ആദ്യത്തെ. അല്ല, ഇത് പറഞ്ഞു തന്നെ ഇത് ഇപ്പം നമ്മൾ ചിലപ്പം ചാനലുകളിൽ അന്തിച്ചർച്ചയ്ക്ക് വരെ ഈ സിനിമകൾ വരുന്നുണ്ട്. അതെ, ചില സിനിമകൾ അന്തിച്ചർച്ചയ്ക്ക് വരെ എടുക്കേണ്ട നിലയിലേക്ക് പോകുന്നു. അത്രമാത്രം വിമർശനങ്ങൾ ഉണ്ടാകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം ചോദിച്ചത്. അഭിരാമി കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരാളായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ചോദ്യം. ഞാൻ പഴയ ഇന്റർവ്യൂകളൊക്കെ കാണുമ്പോൾ അഭിരാമി ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ബോഡി ഷെയിമിനെ കുറിച്ച് കൃത്യമായിട്ട് ജാതിയുടെ വർണ്ണത്തിന്റെയോ നിറത്തിന്റെ പേരിൽ മാറ്റി നിർത്താൻ പാടില്ല എന്ന് ഉറക്കെ പറഞ്ഞ ഒരാളാണ്. അത്തരം അനുഭവം ഉണ്ടായതുകൊണ്ടാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും അനുഭവം ഉണ്ടായി. പിന്നെ നിറത്തിന്റെ പേരിൽ മാറ്റി നിർത്തി. പിന്നെ ഇപ്പൊ മേ ബി ഇന്ത്യൻ സ്പെക്ട്രം, കളർ സ്പെക്ട്രം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് ഫെയർ ആയിട്ടുള്ള ഒരാളായിട്ട് തോന്നാം. പക്ഷെ ഞാൻ 17 വർഷക്കാലം ഞാൻ അമേരിക്കയിലാണ് ജീവിച്ചത്. അവിടെ നോക്കുമ്പോഴത്തേക്കും ഐ എം എ ഡാർക്ക് സ്കിൻ പേഴ്സൺ. അതിന്റെ ബേസിസിൽ എനിക്ക് കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെയാണ് അനുഭവങ്ങൾ ഉണ്ടായത്. ഇവിടെ കളർ ബേസിസിൽ എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല. ബട്ട് അല്ലാത്ത രീതിയിലും കുറെ വേണ്ടാത്ത രീതിയിലുള്ള സെഗ്രിഗേറ്ററി ടെൻഡൻസീസ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഡെഫിനറ്റ്ലി അനുഭവിച്ചിട്ടുണ്ട്. ഈ അവിടെ വെച്ചുള്ള അനുഭവം വളരെ മാനസികമായിട്ട് തളർത്തിയിട്ടുണ്ടല്ലോ? അങ്ങനൊന്നുമില്ല, ഇല്ല, അത്രയ്ക്കൊന്നും പോരാടിയോ അതിനെതിരെ? എനിക്ക് അങ്ങനെ എന്താ പറയുന്നേ, പോരാടാൻ മാത്രമുള്ളൊരു അവസരം അല്ലായിരുന്നു. ഇറ്റ് വാസ് എ വെരി one-on-one സോർട്ട് ഓഫ് ഒരു ഇന്ററാക്ഷനിലാണ് നടന്നത്. ഒരു സമൂഹത്തിന്റെ തലത്തിലല്ല നടന്നത്. ഇറ്റ് വാസ് എ പേഴ്സണൽ എക്സ്പീരിയൻസ്. ഞാൻ ആ വ്യക്തിയുടെ ഇന്ന് ഞാൻ പിന്നെ മാറി നിന്നു. ഐ ഡിഡ്ന്റ് ഇന്ററാക്ട് വിത്ത് ദാറ്റ് പേഴ്സൺ ബിക്കോസ് അവരുടെ ഉള്ളിലുള്ള മനസ്സിലിരിപ്പ് ഇങ്ങനെയാണെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് ഞാൻ അവരുടെ നിന്ന് മാറി. അവരുടെ ടൈസ് ഞാൻ കട്ട് ചെയ്തു. ഇവിടെ സിനിമയിലും അത്തരം അനുഭവം ഉണ്ടാകുന്ന അത് ഏതിന്റെ പേരിലാണ് അനുഭവിക്കേണ്ടി വന്നത്? നമ്മള് ജാതിയുടെയോ വർണ്ണത്തിന്റെയോ മതത്തിന്റെ പേരിൽ മാറ്റി നിർത്തുന്നു. അപ്പം അവിടെ ഉണ്ടായത് അമേരിക്കൻ ഉണ്ടായ നിറത്തിന്റെ പേരിലാണ്. ഇവിടെയും അത്തരം അനുഭവം ഉണ്ടായി എന്ന് പറയുന്നത് നിറത്തിന്റെ പേരിലല്ല എന്നാണ് പറയുന്നത്. എനിക്ക് ജാതിയുടെ അങ്ങനെ പേരില് എനിക്ക് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിലല്ല ആക്ച്വലി എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പേഴ്സണൽ ലൈഫിലാണ് ഉണ്ടായിട്ടുള്ളത്. ആൻഡ് സിനിമ ഇസ് ജസ്റ്റ് ഒരു ഭാഗമാണ്, എൻ്റെ ജീവിതത്തിലെ ഒരു ഭാഗം മാത്രമാണ്. അല്ലാതെ എനിക്ക് വളരെയധികം
സൊസൈറ്റിയിൽ ഇടപഴകുന്ന ഒരാളാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സന്ദർഭത്തിലാണ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. അത് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതെ അതെ.